ഹായ് ഹലോ. അപ്പോൾ ഇതേ വലിയൊരു മീനും കൊണ്ടാണ് ഞാൻ വന്നേക്കണത്. ഇത് തൂളിയാണ് കേട്ടോ. നമ്മുടെ മഴ സമയത്ത് പുഴയിൽ കിട്ടണ മീനാണ് കേട്ടോ. ഒരു റയറായിട്ട് കിട്ടുന്ന ഒരു മീനാണ് തൂളി. അപ്പോൾ 10 കിലോ ഉണ്ടായിരുന്നു കേട്ടോ മീൻ. അപ്പോൾ എല്ലാവരും കൂടി പിടിവലിയായിരുന്നു ഈ മീൻ. അങ്ങനെ നമ്മളൊരു പോർഷൻ കിട്ടിയിട്ട് ഒരു ഭാഗമാണ് കേട്ടോ മുറിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മീൻ ഭയങ്കര കൊതിയുള്ള കൂട്ടത്തിലാണ്, ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ അനുസരിച്ച് എനിക്ക് വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കണം കേട്ടോ ഈ ഒരു വലിയ തൂളി. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ വരവൊക്കെ ഇട്ട് നല്ല മാംസമുള്ള മീനാണ് കേട്ടോ തൂളി. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് ക്ലീൻ ആക്കിയൊക്കെ അതേ തന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണ്ട കേട്ടോ. നല്ല സ്ക്വയർ പീസിൽ നല്ലോണം മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ തുളി. അങ്ങനെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മസാലയൊക്കെ പരട്ടിയിട്ട് കുറച്ചെടുത്തിട്ട് വറുക്കാൻ പോയാണ്. കുറച്ച് നല്ല തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് നല്ല പുളിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂളിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനിടയിൽ വേറെ കൊച്ചുങ്ങളൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുക്കണതൊക്കെ കയറിയതാണ്. ഞാൻ പിന്നെ ആ വോയിസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മിണ്ടാനായിട്ട് പറ്റില്ല കേട്ടോ. മിണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ വാവ് കിട്ടൂല, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതേ ശബ്ദിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പം എൻ്റെ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഇങ്ങനെ കലകല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് എൻ്റെ ഒരു പ്രകൃതം കേട്ടോ. അപ്പം അഞ്ചേട്ടൻ എനിക്ക് നല്ല വരവൊക്കെ ഇട്ട് ഇതേ മസാലയൊക്കെ പരട്ടി സെറ്റാക്കിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മുഴുവൻ വറുത്ത് കോരി ഇങ്ങനെ ഞങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് ചോറ് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കണം. ഇതേ പുളിയൊക്കെ ഇട്ട് പയങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ കാണാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.